എത്ര ക്രൂരനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഊട്ടി പോലെയാ. ഊട്ടി കൊടൈക്കനാലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഭയങ്കര മഞ്ഞ മത്തങ്ങ. മുള്ളി കൃഷി എന്ന് പറയും. മതി തരുതേ ഇവിടെ ചെറിയേട്ടൻ്റെ ഇന്നത്തെ ഹെൽത്ത് ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ചീര മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്ലേറ്റാണ് എടുക്കാറ്. ഞാൻ ഇതുവരെ ചേട്ടൻ കൊട്ട വാങ്ങി തന്നിട്ടില്ല. അതുകൊണ്ട് മുമ്പ് ചോറ് ഊറ്റി വെക്കാറുള്ളൊരു അരിപ്പ പാത്രം അതാണ് എടുത്തിട്ടുള്ളത്. ചേട്ടൻ അവിടെ കളിക്കുന്നുണ്ട്, ജഗ്ഗു ഷൂട്ട് ചെയ്യുന്നു. പതുക്കെ നടക്കണ മോനെ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും ബാക്കിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ. ചേട്ടൻ്റെ മൈക്കും കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ചോളം ഉഷാറായി. ബാക്കിലേക്ക് നടക്കാൻ പേടിയുണ്ടോ? ആ പൈപ്പ് ദേ ബാക്കിലെത്താറായി. ചേട്ടൻ്റെ മൈക്ക്. ആ ഹലോ, കുറെ കാലമായിട്ട് കണ്ട പോലെയാണ് ചേട്ടൻ്റെ അവിടെ നിന്നിട്ടുള്ള ഹായ്. മൈക്ക് വെച്ച് പറഞ്ഞല്ലേ കാര്യമില്ല. ഇത് നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ രീതിയിൽ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതായത് നീ ചവറ് നിറച്ചിട്ട് കൊത്തി കളച്ച് കുമ്മായം കണ്ട കുമ്മായിട്ട് 15 ദിവസം നനച്ചു കൊടുത്ത് പാകമാക്കിയിട്ട് ഇതിൽ ഞാൻ കൃഷി ചെയ്തുള്ളൂ, എന്നാലെനിക്ക് സമാധാനമാവുള്ളൂ. നമ്മൾ അജീഷ് VC ഇന്നാൾ പറയണേ, മറ്റേ നെടുമുടി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപമിക്കുന്നത് നെടുമുടി പറയുന്ന ആ ഡയലോഗായിരിക്കും. മണിച്ചെറുതാഴിലത്തെ ഡയലോഗ്. എല്ലാ കാര്യങ്ങളും ചവറ് മുഴുവൻ കൂട്ടി ചെടികളുടെ കടക്കിട്ട് ആ ചെടികളൊക്കെ ഒന്ന് പറിച്ച് വേര് വന്നോന്ന് നോക്കി, വേര് വന്നെങ്കിൽ മാറ്റി കുഴിച്ചിട്ട് ചീരയ്ക്കൊരു പന്തലിട്ട് സരിതയുടെ കയ്യിൽ നിന്ന് ഒരു കാപ്പി കുടിച്ച് എനിക്ക് സമാധാനാവൂ. അങ്ങനെ പറയണെന്ന്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ അടുക്കള തോട്ടം, നമ്മുടെ അടുക്കള തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള തോട്ടം ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ ഇത് ചെയ്യുന്ന പാഠം ഉണ്ടായിരുന്നു. ഈ അടുക്കള തോട്ടം ഉണ്ടാക്കാനായിട്ട് പറയണ്ട. അപ്പോൾ ആ ചെറുപ്പത്തിൽ അടുക്കള തോട്ടത്തിലത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അടുക്കള തോട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇനമാണ് ചീര. ചീരയില്ലെങ്കിൽ അടുക്കള തോട്ടം പൂർണ്ണമാവില്ല. കേട്ടിട്ടുണ്ടാ ഇല്ലേ? അങ്ങനെ നമ്മുടെ ഈ കൃഷി സ്ഥലത്തിലത്തെ 120-130 ദിവസമായി ഇപ്പോൾ ചീര ആദ്യമായിട്ടുണ്ടായി. ചുവപ്പ് ചീരയാണ് ഉണ്ടായത് കേട്ടോ. കണ്ട ഇത് കൂട്ടത്തോടെ ഞാൻ വേദറിയതാണ്. പിന്നെ ഇത് പറിച്ച് അവിടെ കുറച്ചെണ്ണം നട്ടു, അത് വലുതായിട്ടുണ്ട്. അതായത് രണ്ടാം ഘട്ടമാണല്ലോ നമ്മളിപ്പോൾ ഈ പറമ്പിൽ പണി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ചീര ഉണ്ടായി ഓടുന്നില്ല. ആദ്യത്തെ ഘട്ടമല്ല, നാളെ വരെ ചീര ഉണ്ടായില്ലേ. കാരണം മഴ പെയ്യുമ്പോൾ ഇതൊക്കെ കുത്തിയൊലിച്ച് പോവാ. അല്ല, ചീരമ ഒരു ഇലപ്പുള്ളി രോഗമില്ലേ, ഇലകളുമ്പിലൊക്കെ വലിയ വലിയ ഓട്ടോട്ടായിട്ട് ആ സാധനം. ഇതിപ്പോ ചീര ഉണ്ടായപ്പോ ബാക്കിയൊന്നും ഉണ്ടാവണില്ല എന്ന് മാത്രം. ഇല്ല, ഇപ്പൊ ഒക്കെ നന്നായിട്ടുണ്ടായി. നോക്കിയ തക്കാളി ഉണ്ടാവണം. നോക്കിയാ തക്കാളി ഉണ്ടാവുന്നുണ്ട്. തക്കാളികൾ ഉണ്ടായി തുടങ്ങി. ഇതുമൊക്കെ ഉണ്ടായി തുടങ്ങി. നാട്ടു ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ ഒരു സാധനം ഉണ്ട്. എന്നിട്ടാ കോഴിമുട്ട ഉള്ള പാത്രങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ ചീര ചെറിയ ഇതിൽ തന്നെ മുറിക്കുകയാണെങ്കിൽ നല്ലത്. കണ്ട ഈ ചുവപ്പ് ചീരയാണ് കേട്ടാ. പച്ചയേക്കാളും ടേസ്റ്റ് കൂടുതലായാലും ഗുണം കൂടുതലായാലും പച്ചച്ചീരക്കാണ്. ആളുകളെ ധാരണ കാണാൻ ഭംഗി ചുവപ്പ് ചീരയാണ്. പിന്നെ ഇത് ചുവപ്പ് കളറും കൂടി കാണുമ്പോൾ ആളുകൾക്ക് തോന്നും ഇത് മുഴുവൻ ചോരയാണ്. അതെ, അങ്ങനെ ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ പച്ചയില കൂടുതൽ ന്യൂട്രിയൻസ്. നമ്മുടെ സീമ ചേച്ചി സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പനി കുറഞ്ഞു, ഭക്ഷണമൊക്കെ കുറേശ്ശെ കഴിച്ചു തുടങ്ങി, ഉഷാറായി. പക്ഷേ ചുമയാണ്. ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നങ്ങോട്ട് ചുമച്ച് കബം തുപ്പ അങ്ങനെ വരുന്നില്ല, ഇങ്ങനത്തെ ഒരു സാധനം. അപ്പം തൊട്ടാന്ന് വെച്ചാൽ കിടക്കാൻ പറ്റുള്ളേ, ഉറങ്ങാൻ പറ്റുള്ളേ. പാത്രം അവിടെ വെച്ചേ അല്ല, നിനക്ക് ഒരു പാത്രത്തിൽ കയ്യും ഒരു പാത്രത്തിൽ കയ്യും മറ്റേ പാത്രത്തിൽ ചില കാര്യങ്ങൾ തെറ്റിപ്പോവുക. അപ്പം ഇത് ഒരു ഇങ്ങനെ മുറിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മൾക്ക്. അതായത് കളച്ചിട്ട് പണിയെടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് തരാൻ ഇഷ്ടം. അതങ്ങനെ തന്നെയാണ്. അല്ല, മുറിക്കണത് എനിക്ക് നീ ചെയ്യണതും ഇഷ്ടം തന്നെ. ഞാൻ മുറിക്കായിരുന്നു. ഇനി നിനക്ക് മുറിക്കാൻ അതിലിട്ട് മുറിക്കാൻ തരാം. ഇതേണ്ട, ഇത് മുറിക്കണത് ചേട്ടനാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ,
ഞാൻ മുറിക്കുമ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ അക്കരയിൽ നെടുമ്പ പോലെ താഴ്ത്തി വിട്ട് കുറച്ചുകൂടി താഴ്ത്തി വിട്ട് എന്തൊട്ട് നോക്കിയിട്ട് ചെയ്യണം. അതെന്തുടാന്നറിയോ, ഇത് കൃത്യമായിട്ട് ശരിക്ക് മുറിച്ചില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഈ ചീരയുടെ കാര്യമാണ് കേട്ടോ. ഈ ചുവപ്പ് ചീര പെട്ടെന്ന് കതിര് വരും, വളരെ പെട്ടെന്ന് കതിര് വരും. അതുപോലെ ചീരയ്ക്ക് വെണ്ണൂറിട്ട് കൊടുക്കരുത്, വെണ്ണൂറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കതിര് വരും. പച്ചച്ചീര സ്ലോവിലാണ് കതിര് വരുമല്ലോ. അപ്പോൾ ഞാൻ ഇത് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് മുറിക്കുമ്പോൾ അതിന് തണ്ട് നോക്കിയിട്ട് മുറിക്കണം. പുഴുവും കിട്ടാൻ നല്ലോണം. അതാണ് ജൈവ സാധനത്തിൻ്റെ ഗുണം. നിനക്ക് ഇനി മുറിക്കാനായിട്ട് ഇപ്പം ഇതിലത്തെ ഒരു വിധം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പറിച്ച് നട്ടിട്ടുണ്ട്. അത് നീ മുറിച്ചത് അവിടെ ഇവിടുന്ന്. അത് മുറിച്ചോ, വലുതുകൾ മുറിച്ചോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കതിര് വരുന്നേ. ഇനി ഞാനിങ്ങനെ പിടിച്ച് വെക്കും. നല്ല മഞ്ഞിൻ്റെ കാലാവസ്ഥയാണ്. അതന്നെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഒരു മഞ്ഞിൻ്റെ ഒരു മേലാപ്പ് ഉണ്ടാവും കേട്ടോ. വലുതുകൾ മുറുക്കി, ഇത് മുറുക്കി, അത് മുറുക്കി, അത് മുറുക്കി, അത് മുറിച്ചോ. ഇത് പറിച്ചാട്ടാണ് കേട്ടാ. മറ്റേത് പാവിയത്, അത് വെറുതെ പാവിയത്, അതിൽ തന്നെ പറിച്ചു നട്ടത്. രസമല്ലേ സരിത? പിന്നെ ഈ വിളവെടുപ്പിനേക്കാളും ഭംഗി. പിന്നെ ഇതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടാ. പയറൊക്കെ നോക്കി വണ്ടൻ പുഴുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു വിധം എല്ലാം പോയി കണ്ട പുഴുണ്ട്. ഈ വലുതുകൾ മുറുക്കി വേണ്ട. പോരെ ഇങ്ങനെ മുറിക്കണ്ടല്ലോ. ഇത് മുറിക്കണം, ഇത് മുറിക്കല്ലേ? പുഴു മുറിച്ച് കഴിഞ്ഞാൽ പുഴുക്ക് എളിഭരാവും. അതുകൂടി മുറിച്ചോ. പുഴുക്കൾ എളിഭരാവട്ടെ. ഇതൊക്കെ കോഴികൾക്ക് കൊടുക്കാം. പുഴുക്കേട് വന്നതേ അല്ല, പുഴുക്കേട് വന്ന കോഴികൾക്ക് അടിപൊളിയെന്ന് പറയുക. കോഴികൾക്ക് കൊടുക്കാം ബെസ്റ്റ്. പിന്നെ നോക്കിയേ ഇങ്ങോട്ട് വന്നേ. അതെ, വയലറ്റ് പയറുണ്ടായി തുടങ്ങി. വയലറ്റ് പയർ അത് ഇത് വെറുതെ ഒരു തടം ഉണ്ടാക്കി നോക്കിയേ, എന്തൊരു വലിയ നോക്കിയേ. ഇത് നമ്മൾ ലോലേര പോലെ ഉണ്ടല്ലോ, അളവലിപ്പം നോക്കിയേ. ലോലേര പോലെ രണ്ടാമട്ടം ചേട്ടാ അറ്റത്ത് കുഴിച്ചിട്ട് ഉണ്ട്. പൊങ്ങിണ്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ. വലുത് വരെ കണ്ട. ഇപ്പോഴത്തെ ഒരു 10 പയറുണ്ടായി ഒരു കൂട്ടാനായി തുടങ്ങി. വേഗം കോലുണ്ടാക്കി വെച്ചിട്ട് ചേട്ടൻ തന്നെ അത് വിളിക്ക് കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതിന് പരിപാടി. അതെ, നമ്മുടെ മത്തങ്ങയിലേ ഉണ്ടാവണത് മത്തങ്ങയാ, പൂവ്. അതായത് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇപ്പൊ ദേ ഒരു പൂവുണ്ടായത് കണ്ട. അതിന് കടക്ക് മത്തങ്ങയുണ്ട്, കണ്ട മത്തങ്ങയുണ്ട്. അതേപോലെ ദേ പിന്നെ ആകെപ്പാടൊരു പൂവുള്ളത് ദേ ഇവിടെ. പൂതേ വിരിയാൻ പോണുള്ളൂ. കണ്ട മത്തങ്ങയുണ്ട്. പക്ഷെ ഇതൊക്കെ ഇനി പൂവും. കാരണം മറ്റേ ആൺപൂ വേണ്ട പരാഗണം നടത്താൻ. ആൺപൂ ഇവിടെ ഉണ്ടെങ്കിലല്ലേ പൊട്ടിച്ച് നമുക്കൊന്ന് പരാഗണം നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മത്തങ്ങ വലുത് കണ്ട. പരാഗണം നടത്തണ ജഗു, എന്നാലും അത് വലുതാവുള്ളൂ. പോളിനേഷൻ. യെസ്. ഒരു കാര്യം ചെയ്യാം, ചെറുചേട്ടൻ്റെയും അല്ലും ചേട്ടൻ്റെ അവിടേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് പോയിട്ട് വാന്നാ ചേട്ടനും പാ. നമ്മുടെ അംബിക മേനോ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയില്ലേ, ആള് പറഞ്ഞു അങ്ങനെ അസോള ഇപ്പൊ ഒന്നും ഉണ്ടാവണില്ലേന്ന് ചോദിച്ചു. അതെന്നാന്നറിയോ, അത് ചേട്ടൻ അസോള ഏതാണ്ട് 3/4 ഭാഗം കോരി കൊണ്ടേ കോഴികൾക്ക് ഇട്ട് കൊടുത്ത അന്ന് നമ്മളൊരു വീഡിയോ എടുത്തു. അപ്പൊ ഈ ടാങ്ക് ഏതാണ്ട് കാലിയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നേ, അതായിരുന്നു. അത് ശരി. അപ്പൊ ഇതിലിപ്പോ ഇന്നലെ ഒരു ബക്കറ്റ് അസോള എടുത്തിട്ട് നമ്മുടെ പിലോപ്പികൾക്കും ഒക്കെ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനുകളെപ്പോ കാണിക്കാറില്ലല്ലോ. മീൻകുളം പറ്റിക്കണം. കുറെ നാളായി മീൻകുളം പറ്റിച്ചിട്ട് കുറുകുറു വെള്ളമായി തോന്നുന്നുണ്ട്. അല്ലേട്ടൻ്റെ സുമ കൊള്ളി. അതെ, ഇവിടെ വെച്ചിട്ടുണ്ട് നിറയെ സുമയിന്. മണ്ണിട്ടോണ്ടിരിക്കണ്ടല്ലോ ചേട്ടൻ. അതന്നെ ഇനിയുണ്ട് സുമ. ചെറുേട്ടൻ്റെ അവിടെ മത്തങ്ങേര ചെടിയില്ലേ, പൂക്കളുണ്ടാ? പൂവുണ്ടാ? അതെ, അവിടെ ഉണ്ടാവണത് മത്തങ്ങയാ. അപ്പൊ ഇനി ആൺപൂവായിട്ട് പരാഗണം നടത്തിയാലോ വലുതാവുള്ളൂ. മത്തങ്ങേര പൂ പൊട്ടിച്ചിട്ടാ. മത്തങ്ങേര പൂ കിട്ടുമെന്ന് പറയാൻ എന്താ
ചെറുതായിട്ട് ഇത്ര ക്രൂരനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. മത്തങ്ങയുടെ പൂവൊക്കെ പൊട്ടിച്ച് കൂട്ടാൻ വെച്ചു. അതുമലാണെങ്കിൽ മത്തങ്ങ ഉണ്ടാവണുള്ളൂ, അത് കൊഴിഞ്ഞു പോവും. ആൺപൂ ഉണ്ടാവണില്ല. ആൺപൂവിന് നമ്മൾ വേണം നമുക്ക് കുടഞ്ഞിട്ടാൽ മതി, അപ്പൊ ഇത് വലുതാവും. വരാനില്ല ചേട്ടൻ ഇവിടെ ഉണ്ടാവോ? മത്തങ്ങ അവിടെ ഉണ്ടാ? പൂട്ടിട്ടില്ല, അത് അവിടത്തെ പൂട്ടിട്ടില്ല. അനിലേട്ടന്റെ തോട്ടം കാണിച്ചു തരാം വാ. ചേച്ചി എന്നിട്ട പരിപാടി മീൻ നന്നാക്ക. ആ കൂർക്കയാണോ? കൂർക്കയ നന്നാക്കണേ? ആ അയ്യോ ഞാൻ തെറ്റി പറഞ്ഞു, മീൻ നന്നാക്കണെന്ന്. കൂർക്കയ നന്നാക്കണേ. ഇവിടെ ഇപ്പൊ കാലത്തായിട്ട് നടക്കുമ്പോ എന്തിട്ടെന്നറിയോ, നമ്മൾ ഈ ഇതിവിടേക്ക് എത്തിയണില്ല. നമ്മൾ ഈ ഊട്ടിയിലില്ലേ സരിത, ഊട്ടിയിൽ മറ്റേ ഇങ്ങനത്തെ ഈ മറ്റേ കാബേജ് തോട്ടങ്ങളിലൊക്കെ അവിടേക്ക് എത്തിയ പോലെ മഞ്ഞും അതിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് കഴിയുമ്പോഴേ. പക്ഷേ മഞ്ഞ് കാഴ്ചയല്ലേ ഉള്ളോട്ടാ, തണുപ്പൊന്നുമില്ല അല്ലേ? നോക്കി ഞാൻ തേടെ ഏർക്കണു. എവിടെ വേർക്കും? ഏർത്തു എൻ്റെ മീശ. ഓ വേർപ്പ് പനി തൊട്ട് നോക്കണോ. എന്തായാലും ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ അതായത് കൃഷി ഇത് നാശാവണു. ആ അതെ കണ്ട, ഇത് കേടാവണ നമ്മടെ ഇത് മാത്രല്ല അല്ലേ, കേട് വരുന്നുണ്ട്, മൊത്തത്തിൽ കേട് വരുന്നുണ്ട്. ബ്രൊക്കോളിയാണിത്, ബ്രൊക്കോളിയാണിത്. അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നുണ്ട്, പക്ഷെ പോരാ. ആ നല്ല രസം. മഞ്ഞ് കണങ്ങൾ ചെറുനാരങ്ങ ഉണ്ട് സരിത, ഇവിടെ പറക്കാം. എന്തായാലും തലമുട്ടാണ്ട് നോക്കി കേട്ടാ. നീ വന്നോ, അങ്ങോട്ട് വന്നോ. എനിക്ക് എന്തോരം ചെറുനാരങ്ങ. അയ്യോ പാത്രം എടുക്കേണ്ടതായിരുന്നു. ആ കുഴപ്പമില്ല, ഇവിടെ കൂട്ടിയില്ല. ഇവിടെ നിറയെ ചെറുനാരങ്ങ. എൻ്റെ അമ്മേ ഇല്ല, തലമുട്ടിയാ ഇല്ലേ കുഴപ്പമില്ല. ഇതേ ഇങ്ങനെ അല്ല കറുത്ത് പാകയില്ലേ, കറക്റ്റ് പാകമായിട്ടാണ് ഇത് വീഴുന്നത്. അതായിരുന്നു ഇതിൽ ചാറ് നന്നായിട്ടുണ്ടോ. ഇതേ സരിത അവിടെ എന്തിട്ടോ പറയുന്നുണ്ട് ചെറുട്ടാ അവിടെ. ഈ ചെറുനാരങ്ങയുടെ അടിയിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധ വേണം, തലടിക്കും. ഇതിപ്പോൾ ഞാൻ എങ്ങനെ കൊണ്ടുപോവാ? മതി തരുതേ. ഇവിടെ കഴിഞ്ഞു. സരിത പണ്ടത്തെ കബഡി കളിക്കാർ ഇങ്ങനെയായിട്ട് പോണ പോലെ അപ്പുറത്തോടെ വാ. ഒരു പാത്രം വേണ്ടതായിരുന്നു, അവിടെ ഇങ്ങനെ ഉണ്ട്. ഇനി എനിക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റില്ല. നടക്കൂ. ചാലോ മൈ കൃഷി സ്ഥലം. ചെറുകേട്ടൻ്റെ അവിടേക്ക് കിടക്കാം. ആ നോക്കട്ടെ പൂണ്ടോന്ന്. ഇതെവിടെയെങ്കിലും വെക്കാം. ആ അവിടെ എവിടെയെങ്കിലും വെക്കും, നമുക്ക് പൂമ്പെടുക്കാം. ആ ചെറുകേട്ട ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചായ കുടിക്കാൻ ഇരിക്കാനാണോ അതോ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ എടുക്കാനാണോ? കണ്ട നമ്മളുടെ ഇതിൻ്റെ ഒരു പകുതി ഇത്രയുള്ളോ. വിളിക്കട്ടെ. മണ്ണിട്ട് മൂടാനല്ല, കായിക്കോട്ട് മാറ്റാനാ. നീ ഇടിഞ്ഞ് പൊളിച്ചിട്ടുണ്ട. ഇവിടെ നിലത്ത് കുറേ ചെറുനാരങ്ങ വീണെടുക്കുന്നുണ്ട്. ആ മഞ്ഞ്, ആ മഞ്ഞും തോടൊക്കെ കാണാൻ കൂട്ടില്ല. ആ ഭംഗി എപ്പോഴാണ്. കൂർക്കയുടെ ഇടയിലായിരുന്നു മുളക് ഉണ്ടായിരുന്നത്, ഇപ്പം അത് ഉള്ളിയുടെ ഇടയിലായി. നമ്മൾ എന്നിട്ട് കുളക് എന്ന് പറഞ്ഞത് കൂർക്കയുടെ ഇടയിൽ. ഇപ്പൊ ചെറിയേട്ടൻ്റെ ഇവിടെ മുള്ളി കൃഷി എന്ന് പറയും. മുള്ളിയ ചെറിയേട്ടൻ്റെ മത്തൻ ഒറ്റ പൂവില്ല. ചെറുടെ അല്ല അതിൽമലത്തെ ഒക്കെ പൊട്ടിച്ച് കൂട്ടാൻ വെച്ചു. ആ ഓർഗാനിക് കടകളിലേക്ക് വരും ആൾക്കാർ. ഇങ്ങനെ അത് എങ്ങനെയാ വരുന്നത്? എല്ലാ അസുഖം വന്ന് ഓപ്പറേഷൻ ചെയ്ത് നടക്കാൻ വരണ്ടാകുമ്പോൾ വരുന്ന ആ ഭക്ഷണം ഉണ്ടോ, ഈ ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അങ്ങനെ കഴിച്ചാൽ രോഗം
ക്യാൻസർ വന്നിട്ട് ഇപ്പൊ എന്തൊരു പണ്ടാറം കഴിച്ചാൽ രോഗം മാറില്ല. ഇങ്ങനത്തെ ഒന്നും സാധനം അത് വരുന്നേ മുമ്പ് നമ്മൾ ഓരോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് ചെറുട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാനൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയോടാണ് ഈ പറയുന്നത്. അല്ലാണ്ട് നമ്മള് വായിക്ക് ടേസ്റ്റിൽ മാത്രമേ തിന്നുള്ളൂ. എല്ലാ ആൾക്കാരും വായിക്ക് ടേസ്റ്റ് ഇല്ലാണ്ട് ഒരാളും തിന്നില്ല. ഈ കോവിഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചോണ്ട് ഈ ആഫ്രിക്കയിലൊക്കെ ഒക്കെ ചത്തു വീഴും, അവിടെ ഒന്നുമില്ല. എന്നിട്ട് അവിടെ എന്തിട്ടുണ്ടായി ആ സാധനം യൂറോപ്പിനിൽ സുഖിച്ചിരിക്കുന്ന ഇറ്റലിയിലും ഇതിലും ബ്രിട്ടനിലൊക്കെ എങ്ങനെയാ ദിവസം 3000 പേര് ഇങ്ങനെയാ പോയി. ഇതാണ് ഈ നമ്മൾ വിചാരിക്കും വെയിലും കൊണ്ട് അതും കൊണ്ട് ശരിയാ സൗന്ദര്യമൊക്കെ തിരികെ കുറയായിരിക്കും, പക്ഷെ ആരോഗ്യം ഉണ്ടാവും. രോഗം നാളെ ഇപ്പൊ നമ്മൾ ചാവൂന്ന് പറയാൻ പറ്റില്ലാന്ന്. പക്ഷെ ഈ രോഗങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കളറുള്ള ഭക്ഷണങ്ങൾ മത്തങ്ങയുടെ പൂ ടേസ്റ്റ് ഉണ്ടായില്ല. ഇവിടെ നിന്ന് ആലപ്പുഴ ഭാഗത്തൊക്കെ ഇത് മാർക്കറ്റിൽ കച്ചവടം കാണാം, ഇങ്ങനെ ആൾക്കാർ കൊടുക്കണം പൂക്കള്. ഈ പൂക്കളാണ് അവരെ മത്തങ്ങയിലും തുടക്കം വരുമാനം. ഈ ആ കളറാണ് നമുക്ക് അങ്ങനെയാ നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഞാനിത് ഇപ്പോൾ കഴിക്കുന്നൊന്നല്ല, അതുകൊണ്ട് ഇത് മരിക്കില്ല എന്നല്ല, മരിക്കലിപ്പോൾ നാളെ വരാം, അല്ലെങ്കിൽ നമുക്കൊരു ക്യാൻസർ ഉണ്ടാവാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് നമുക്ക്. ഞാൻ വായിക്ക് രുചിയുള്ള സാധനം ഇങ്ങോട്ടൊരു സാധനം തിന്നാറില്ല, അല്ല ശരീരത്തിൽ അല്ല വായിക്ക് രുചിയുള്ള സാധനം മാത്രം തിന്നാറില്ല, ഒന്നുമില്ല. ചെറിയ സ്വർഗത്തിലെ പഴം കൊടുക്കായിരുന്നു അല്ലേ ചെറിയേട്ടൻ കഴിച്ചാനെ. നമുക്ക് ടേസ്റ്റ് ഞാൻ 300 രൂപ. നമ്മുടെ നാട്ടിലെ ഏത് സാധനത്തിൻ്റെലും പവറൊന്നും അതിനില്ല. വെറുതെ പുതിയത് വരുമ്പോൾ ആ കളർ കാണുമ്പോൾ 300 ഞാൻ എനിക്ക് വേണ്ട 300 രൂപ. നമ്മൾ നോക്കി എന്താ പൊട്ടപ്പം. നമ്മുടെ നാട്ടിലെ ചക്കയുടെയും മാമ്പഴത്തിന്റെയും ഒക്കെ അതിന്റെ ഗുണം തന്നെ ഈ വിദേശത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അത് അപൂർവമാണ്. ഇത് അത് മറ്റേ കിവി എന്തായിരുന്നു വന്ന 600 രൂപയൊക്കെ ആയിരുന്നു. പ്ലേറ്റ്ലെറ്റ് ഡെങ്കിപ്പനി വന്നപ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോ അത് കൂടാൻ കിവി നല്ലതാണ് ഒക്കെ അങ്ങനത്തെ ഉണ്ടെന്ന്. പക്ഷെ ആൾക്കാർ അത് ചെയ്യില്ല. അപ്പൊ ആൾക്കാർ 500 രൂപ സാധനം ആകുമ്പോ ഓക്കെ അത് ഭയങ്കരാന്ന് പറയും. അതാണ് നമ്മുടെ കുഴപ്പമൊന്നുമല്ല, അത് വേറെ. അപ്പോൾ നമുക്ക് ചെറിയേട്ടൻ്റെ ഇന്നത്തെ ഹെൽത്ത് ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ആൾക്കാര് നമ്മുടെ ടേസ്റ്റുള്ള സാധനം തന്നെ ഇപ്പൊ ഇവനായില്ല പോലും വായിക്ക് രുചിനിയില്ല തന്നെയുള്ളൂ. ഇത് സാധനം കാണിച്ചു തരാന്ന് പറയുന്നുണ്ട് ചെറിയേട്ടൻ. പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയേട്ടൻ എന്നിട്ട് ടേസ്റ്റില്ല എന്നിട്ട് ചെറിയേട്ടൻ ഇവിടെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ അപാര ടേസ്റ്റാ. ചെറിയേട്ടൻ്റെ മസാല ദോശക്ക് എന്തുട്ടാ ടേസ്റ്റ് അറിയോ, ഒരു ഹോട്ടലിൽ കിട്ടില്ല ഇത്ര ടേസ്റ്റില്. അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇതൊക്കെ നോക്കിയേ, ഇത് ഒരെണ്ണം വേവിക്കാതാ വെറുതെ കെട്ടിയുമ്പോ ഇത് മത്തങ്ങ, ഇത് മധുരക്കിഴങ്ങ. ചുട്ടതാണോ മധുരക്കിഴങ്ങ്? ചുട്ടതാണോ? വെറുതെ അങ്ങനെ വെച്ചിട്ട് നമ്മുടേതായ നെയ്യൊക്കെ പറ്റിയിട്ടുള്ള. പക്ഷെ തീയൊന്നും വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഭക്ഷണങ്ങളാണെന്ന്. ഇതും കഴിച്ചിട്ട് മത്തങ്ങ ആൾക്കാർ മത്തങ്ങ നമ്മുടെ അവിടെ ഉപയോഗിക്കില്ല. പണ്ട് ആ സാമ്പാറിലിട്ടിട്ട് സാമ്പാറിലിടും മത്തങ്ങ പയറിൽ ശരിയാക്കി കളയും. പിള്ളേർ ഇവരെ പോലുള്ളവരൊക്കെ എടുത്ത് കളയും, തിന്നില്ല. ഞങ്ങള് 2 കിലോ അത് ഞങ്ങൾ എല്ലാവരും 3 കിലോ മത്തങ്ങയൊക്കെ മേടിച്ചിട്ട് മത്തങ്ങകളാണ്. പൂവുണ്ടായിരുന്നെങ്കിൽ അത് കൊണ്ടുപോയിട്ട് പരാഗണം നടത്തിയതിന് ശേഷം ചെറിയേട്ടനെ കൂട്ടാൻ ചോദിക്കായിരുന്നു. അപ്പൊ ആ മത്തങ്ങ വലുതായെങ്കിൽ അത് കഴിക്കായിരുന്നില്ലേ. ഇനിയിപ്പൊ ആ മത്തങ്ങയൊക്കെ നമ്മുടെ ഉണങ്ങിപ്പോവും. അല്ല ഞങ്ങളുടെ മത്തങ്ങ പൂവ് മാത്രം ഉണ്ടാവാറുള്ളൂ, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പൂ ഉണ്ടാകുമ്പോ പൊട്ടിക്കല്ലേട്ടാ, അതില് കൊണ്ടുപോയിട്ട് നമുക്ക് ആക്കാം. ഇനിയിപ്പൊ ഉണ്ടായി വരുന്നുണ്ട്, അതൊക്കെ ഇതുപോലെ തന്നെ വരണേ. ഒരാൺ പൂ പോലും അവിടെ ഉണ്ടാവണില്ല. ദേ നല്ല വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിള് വരാറില്ല, കണ്ടോ? ദേ മത്തങ്ങ, മത്തങ്ങ സോറി പൈനാപ്പിൾ. മത്തങ്ങനെ കുറിച്ചിട്ടാണ് ഇത്ര സംസാരിച്ചോളാം. അതുകൊണ്ടാണ് മത്തങ്ങ നല്ല വലിപ്പമുള്ള പൈനാപ്പിൾ. മുന്തിരിയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ചെറിയേട്ടനുണ്ടല്ലോ ഒരു സാധനം പോലും ചെറിയേട്ടൻ്റെ തോട്ടത്തിലത്തെ ഉണങ്ങിപ്പോവോ പൊട്ടിക്കാണ്ട് കൊഴിഞ്ഞു പോവോ ഇല്ല. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നടന്നു നോക്കി അത് ഓരോന്ന് ഇത്തിരി ഉള്ളെങ്കിലും ആ ഉള്ളത് പൊട്ടിച്ച് അത് അപ്പോൾ ഒരു 3-4 തരം ഉണ്ടാവും ചെറിയേട്ടൻ എപ്പോഴും കഴിക്കുമ്പോഴേ. ചെറിയേട്ടൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ കാണാം ഒരു പ്ലേറ്റിൽ ഒരു 3-4 തരം സാധനങ്ങളുണ്ടാവും. അങ്ങനെ സമീകൃതമായിട്ടുള്ള ആഹാരമാണ് ചെറിയേട്ടൻ കഴിക്കുക. അപ്പോൾ ഒരു സാധനം പോലും ചെറിയേട്ടൻ്റെ തോട്ടത്തിൽ നിന്ന് ഒരു കിളിക്കും കിട്ടില്ല, അണ്ണാനും കിട്ടില്ല, വേറെ ആർക്കും കിട്ടില്ല. അത് ചെറിയേട്ടൻ തന്നെ കഴിക്കും. പിന്നെ നമ്മള് നനയ്ക്കില്ലേ ഇങ്ങനെ വെള്ളം വിട്ട്, അതുപോലെ ചെറിയേട്ടൻ നനയ്ക്കില്ലേ. ചെറിയേട്ടൻ ഓരോന്നര കടയ്ക്കാൻ മാത്രം ഇത്തിരിച്ച് വെള്ളം ഒഴിക്കുള്ളൂ, ബാക്കി ഭാഗം ഉണങ്ങി എടുക്കും. അതുകൊണ്ട് പുല്ലും മുളയ്ക്കില്ല. നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ വിടണ കാരണം
എല്ലായിടത്തും പുല്ല് മുളയ്ക്കും. വഴുതനങ്ങ, ചോളം, ഇഞ്ചി ഉം? ഇഞ്ചി ആ പൂവുണ്ടാവുണ്ടെന്നോണ് പേരാണോ? അപ്പം അത് കട്ട് ചെയ്ത് കുഴിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെയാണോ? പിടിക്കുവോ? ആ ഉണ്ട്. ആ അല്ല ഇത് ചെറുതായിട്ട് എന്താ ഉണ്ടാക്കിയേ? ഇതിപ്പോ ഇവിടെ ചെയ്തപ്പോ ചീപ്പിച്ചതാ ഈ സാധനം? ആ കണ്ട ബാക്കി ആ ആ 4 കാല് വെച്ചു അല്ലേ? അതെ സജീവൻ മറ്റേ നമ്മുടെ മുന്തിരിത്തോപ്പുകളിലത്തെ ഫെൻസ് ആക്കിയല്ലോ. അപ്പൊ അവിടെ മുന്നൊരു ഗേറ്റ് ഉണ്ടായിരുന്നു അവന്. ആ ഗേറ്റ് ചെറുതായിട്ടും കൂടെ എടുത്തിട്ട് വന്നു. എന്നിട്ട് അതിന് 4 കാല് വെച്ചപ്പോൾ ഒരു അടിപൊളി കട്ടിൽ റെഡി. വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. പണിയെടുക്കണതിന്റെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ലാന്നോ? ആ തൂർന്നതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാ. വീണ്ടാത്തല്ലോ ഭാഗമാണ് അതന്നെ കയറില്ല. ഇത് നല്ല ഏരിയയിൽ ആദ്യം ഒരു കുഞ്ഞു സ്ഥലം നെറ്റ് കെട്ടിയിട്ട് പറ്റുള്ള വിട്ടോടന്നെ. ഇപ്പോൾ ബാക്ക് 3 സൈഡാണ് കേട്ടോ ഇങ്ങനത്തെ ഗ്രില്ല്. 3 സൈഡ്. ഫ്രണ്ട് ഭാഗം മറ്റേതാ നമ്മുടെ ഫെൻസ്. അത് കാണിച്ചു തരാം, അപ്പുറത്ത് കാണിച്ചു തരാം. പിന്നെ ഈ കോഴികൾ അഴിച്ചു വിട്ടതിൻ്റെ ഉള്ളിൽ ഒരു ആത്തച്ചക്കയുടെ മരണ്ട് കടാ. പണ്ടത്തെ ഇങ്ങനത്തെ ആത്തച്ചക്ക നമ്മുടെ എന്തിലിപ്പോ ഈ പൊട്ടിച്ചിട്ട് പച്ചയില് പൊട്ടിച്ചിട്ട് നമ്മള് അരിയിൽ പൂത്തി വയ്ക്കും. 3-4 ദിവസം കഴിയുമ്പോ കറക്റ്റ് പഴുക്കും. ആ ഇതിന് വാൾനട്ട് കായിന്റെ കായ കണ്ട വാൾനട്ടിന്റെ കായകള്. അതെ ഒരെണ്ണത്തില്. ആ പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാട്ടാ. ദേ ഇത്ര ഒരു ഏരിയ മാത്രമാണ് ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടാ. ഈ ഒരു ഇവിടെ വരെ മാത്രം. ഇവിടെ നിന്ന് അവിടെ വരെ മുട്ടിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചെറുതായിട്ടന് ആ സാധനം ഫെൻസ്? ആ അല്ല ചേട്ടനെ ആക്കുകയാണെങ്കിലാണ് ആക്കുള്ളൂ. ആ ആത്തച്ചക്ക അയ്യോ പല്ലേച്ചിട്ടില്ലേ? ഇത്രയും ബെസ്റ്റ് സാധനമാണ്. ഇവിടെ ആരും തിന്നില്ലേ? അല്ല ഞങ്ങളാ തിന്നുള്ളൂ. ജഗ്ഗുന്റെ വായിലൊന്ന് വെച്ച് കൊടുത്തേക്ക് അവൻ തിന്നോന്നറിയാൻ. നല്ല സാധനം. കുരു തിന്നണ്ട, കുരു തുപ്പികളയണം. കുരു തുപ്പികളയാം. അവൻ തിന്നും. ഇത് മറ്റേ ഇതില്ലേ മറ്റേ ആ സാധനത്തിന് വരുന്ന സീതപ്പഴം. അതിന്റെ സീതപ്പഴത്തിൽ കുരു മാത്രല്ലോ, ഇതിലാണ് തിന്നത്തിലുള്ളത്. കുരുണ്ട്, കുരു കുറേ ഉണ്ടാവും. ഇത് മാംസം കൂടുതലാണ്. അവിടെ മേലെ നിർത്തി ഇടയിൽ കോഴിക്കോട്. ഇനി ഇത് മേൽത്തുണ്ടുമേ കൂടെ ചെയ്ത് അന്ന് കുത്തിയ പയറ് കേട്ടാ. പിന്നെ ഇവിടെ നിന്ന് നേരെ അല്ലഞ്ചേട്ടൻ്റെ കോഴിക്കോടിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് മുട്ടിച്ചാലാണ് ഭംഗി ഉണ്ടാവാന്നാണ് ചെറുേട്ടൻ പറയണേ. അല്ലഞ്ചേട്ടനാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇതെന്തോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ പോലെ തോന്നിക്കില്ലേ? ഏയ് വേണ്ട. അല്ലഞ്ചേട്ടൻ ഇല്ലാത്ത വീഡിയോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നാണ് പറയണേ. ദേ അല്ലഞ്ചേട്ടനെ കാണിച്ചു തരാം. അല്ലഞ്ചേട്ടൻ പനി വന്നു, ഇത് കണ്ട ക്ഷീണിതനായിപ്പോയി. അല്ലഞ്ചേട്ടൻ വന്നതിലും ഉപരി ചേച്ചിക്ക് വന്നതിൽ ആള് ഒന്നും കൂടി മനസ്സ് തളർന്നു. അപ്പോൾ ചേച്ചി ആശുപത്രിയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞുണ്ട്, ചുമയുണ്ട് ഇപ്പോഴും. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ്. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഇൻഫെക്ഷൻ്റെ ഇത് നോക്കും. ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ അമ്മയുണ്ട്, കാജുണ്ട്. അങ്ങനെ അപ്പം അല്ലഞ്ചേട്ടൻ ഇപ്പോൾ വന്നിനി കുറച്ച് കഴിഞ്ഞാൽ പോവും അല്ലേ? ചായ ജ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലചേട്ടൻ കൊണ്ടു കൊടുക്കും. അപ്പം നമ്മുടെ ആ ഫെൻസ് അല്ലചേട്ടൻ ഇവിടെ വരെ ആക്കി കൂടെ? നല്ല ഭംഗിയായിരിക്കും. അതെ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ ചേട്ടാ? എന്തൊരു ഭംഗിയായിരിക്കും. ആ ഫെൻസിൽ എനിക്ക് താല്പര്യമില്ല.
ലാലൻ ചേട്ടൻ ഇപ്പം കല്യാണമായിട്ട് ഇത്തിരി ചിലവ് ഇവള് കൂടിയിട്ടിരിക്കുക. ശരിക്ക് ചേച്ചിയുടെ പല്ല് കെട്ടേണ്ട ദിവസമായിരുന്നു മിനിഞ്ഞാന്നല്ലേ ശനിയാഴ്ച, മിനിഞ്ഞാന്ന് പല്ല് കെട്ടേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ചേച്ചി പക്ഷെ ആശുപത്രിയിലല്ലേ, അപ്പം എല്ലാം കൊണ്ടും ചിലവാണ്. അപ്പോൾ ചെറുേട്ടൻ പറമ്പിൻ്റെ അറ്റത്തേക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്, നോക്കട്ടെ. വിയറ്റ്നാം എറിലല്ല അത് ചക്ക. ചെറുനാരങ്ങ മറന്നു. അയ്യോ എവിടെ ചെറുനാരങ്ങ? ചെറുനാരങ്ങ ഇവിടെ പൊട്ടിച്ചതിരിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഓരോന്ന് കാണിച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അത് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇവിടെ ചെറുേട്ടനെ സീറോ ബഡ്ജറ്റ് കൃഷി രീതിയാണ് ചെറുേട്ടൻ്റെ. ഒറ്റ പൈസ ചിലവാക്കാതെ, അതായത് വെള്ളം നനയ്ക്കാൻ പോലും നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ ഒന്നാമത്തേൽ തന്നെ ചെറുേട്ടൻ ഓരോന്നിനെ കടയ്ക്കാൻ മാത്രം തിരിച്ചൊഴിക്കുള്ള വെള്ളം ഇങ്ങനെ വിടണ പരിപാടിയില്ല. നമ്മൾ മണിക്കൂറുകളോളം മോട്ടർ വിടും. ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി ഈ ഒഴിക്കണ വെള്ളം ചെറുേട്ടൻ എവിടെ നിന്നാണ് എടുക്കണേന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് വേണ്ട, വേണം. അവിടെ നിന്നിട്ട് പോരാൻ പറ്റില്ലത്. ഇതങ്ങനെയല്ല, ഈ വെള്ളം തോട്ടിലെ വെള്ളം കഴിഞ്ഞവരെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാറ്. തോട്ടിലത്തെ വെള്ളം നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഡിസംബർ മാസമല്ലേ, കഴിഞ്ഞവരെ ഈ വെള്ളം കഴിയണ വരയ്ക്ക് ഇപ്പം നാളെ മഴ പെയ്താൽ ഇത്തിരി കൂടി വെള്ളമുണ്ട്. ഞാൻ ഒരു ചെറുതായിട്ട് ഇപ്പുറത്തുനിന്ന് കോരെടുക്കുക ചെയ്യാന്ന് വെള്ളം ഇങ്ങനെ കോരാൻ പറ്റിയ ഇങ്ങനെ കോരും ചേരിച്ചു. ഇവിടെ ഒരു തുടി വെച്ചാൽ മതിയായിരുന്നു, അപ്പൊ ഇങ്ങനെ കോരാം. ഒരു ഡ്രം വെച്ചിട്ടുണ്ട്. ആ ഡ്രമ്മിലേക്ക് അപ്പുറത്തുനിന്ന് ആ തൊട്ടിന്ന് സുഖമായിട്ട് വെള്ളം എടുത്തിട്ട് കണ്ട ഇതിങ്ങനെ ഒഴിച്ച് നിറച്ചേക്കും. എന്നിട്ട് പിന്നെ ഇതിന്ന് മുക്കി ഇതിനൊക്കെ നനയ്ക്കും. അപ്പൊ വേണ്ട 10 പൈസ ചെലവില്ല, കറണ്ട് ചാർജ് ഇല്ല, മോട്ടർ അടിക്കണ്ട. ഞാൻ കോരി ഒഴിക്കും, നനയ്ക്കും, അത് മുക്കി കൊണ്ട് നനയ്ക്കും. അങ്ങനെയാണ് സ്ഥിരം. കണ്ട എന്ത് രസാല്ലേ. ശരിക്കും ഇത് ഇവിടെ ഒരു ഡോർ വെക്കായിരുന്നില്ല ചെറുേട്ടൻ മതില് കെട്ടിയപ്പന്ന്. ഇനി മതില് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇനി കെട്ടുമ്പോ ഇവിടെ ഒരു ഗേറ്റ് വയ്ക്കാം നമുക്ക്. അയ്യോ അവിടെ നിന്ന് ഇങ്ങടും കിടക്കുമല്ലോ ആൾക്കാര്. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കൊരു നേരം വിളിക്കുമ്പോഴേ എന്തായാലും ശരീരം ഒന്ന് വാമാവാൻ ശരീരം വയർക്കും. ഒരു 40 ബക്കറ്റ് വെള്ളം കോരുമ്പോ അത് 6:30 നേരത്താണ്. അപ്പൊ ശരിക്കും നമ്മൾ വേർക്കും, അതിന് വേണ്ടിട്ടാണ്. അല്ലാണ്ട് അതാ ചെറുേട്ടൻ ഒരു 6:30 വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:30 നേരത്ത് വന്നാലത്തെ ഗുണം എന്തിനാന്നറിയോ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഊട്ടി പോലെയാ. ഊട്ടി കൊടൈക്കനാലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഭയങ്കര മഞ്ഞ പാടം ഇങ്ങനെ കാണാൻ ഭയങ്കര രസാ. കോട വെല്ലിശന്റെ ക്യാമറയിൽ എടുത്തത് ക്ലിപ്പ് കാണിച്ചു തന്നു, അതിൽ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ മുന്നേ നിറയ്ക്കാൻ എന്താ പറയാ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുേട്ടൻ കുറച്ച് വെള്ളം ഇപ്പൊ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. കണ്ട ഇതൊക്കെയാണ് ചെറുേട്ടന്റെ ഓരോ വിക്രിയകള്. നമുക്ക് ശരീരം വയർക്കാനല്ലാണ്ട് വേറെ ഇപ്പൊ വെള്ളം ഇല്ലാണ്ടല്ലേ. പിന്നെ ഞാൻ വെള്ളം നോക്കി അതിന് നോക്കിയ ഓരോ ബക്കറ്റ് വെള്ളം വേണ്ട. ഇങ്ങനെയാണ് നട്ടേക്കണ ചീര. കണ്ട കോളിഫ്ലവർ നോക്കിയ ചേട്ടനൊക്കെ ശരിക്കും വെള്ളം കണ്ടമാന വേസ്റ്റ് ആക്കണേ മോട്ടറിന് വിട്ടിട്ട്. അല്ല അവിടെ മോട്ടർ നിർത്തിണ്ട പറഞ്ഞ പോലെ. കണ്ട അതാണ് നമ്മുടെ രീതി. ശരിക്കും ചെറുേട്ടന്റെ പരാക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ചാനല് വേണല്ലേ ചെറുേട്ട. ഭക്ഷണമായാലും ഒന്നും വേസ്റ്റ് ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സാധനം വേസ്റ്റ് ആക്കി. ഞങ്ങൾ 3 ആളുണ്ട്. 12 ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ 12 ഇഡ്ഡലി. അപ്പൊ ആ ഇഡ്ഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മളൊരു 25 ഇഡ്ഡലി കൂടി തിന്നണമെന്ന് തോന്നി എന്തൊരു ചെയ്യാ. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് കുറഞ്ഞു തുടങ്ങും. പിന്നെ അവസാനം ഇതിനൊപ്പാകുമ്പോ അല്ല ചെറുേട്ടൻ ചോദിച്ചാൽ എത്ര കഴിച്ചാൽ നിങ്ങൾക്ക് ഇത്ര വയസ്സായി, സച്ചിൻ കഴിക്കേണ്ട പ്രായമല്ലേ. അളവ് നമുക്കറിയാം. മസാല ദോശ കഴിഞ്ഞാൽ 3 മസാല ദോശ. സച്ചിൻ അല്ല അതങ്ങനെയാണ്. കൊറേ ഇതിനൊപ്പം നിന്നിട്ട് പിന്നെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ സ്കൂളിൽ വരെ പടഞ്ഞു വീണ് മരിക്കുന്ന കാലാ പിള്ളേരുകള്. അത് പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഇനി ക്യാൻസർ നമ്മുടെ കാലത്ത് പണ്ട് കേട്ടിട്ടുണ്ടായി. ഈ ക്യാൻസറിനെ പറ്റി വല്ല കാലത്തൊക്കെ ആൾക്കാർ പറയും ഇന്നോ നിറച്ച് ക്യാൻസറിൻ്റെ രോഗികളായി നിറച്ച്. അപ്പം അതൊക്കെ നമ്മൾ അല്ലാണ്ട് ഭക്ഷണം തന്നെയൊന്നുമല്ല, പ്രകൃതിയിലും കുറേ പുകയും തേങ്ങയും ഭയങ്കര കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഭക്ഷണം തന്നെയൊന്നല്ല, പക്ഷേ നമുക്ക് ഒരു പരിധിവരെ ഭക്ഷണമാണ്. മേലെ എനിക്ക് വേർത്ത് കഴിഞ്ഞാലേ അപ്പൊ ശരീരത്തിന്റെ ഒരു സുഖം. ഞാൻ തന്നെ ഇവിടെ ഇത് കഴിഞ്ഞ് വേർത്ത് കഴിഞ്ഞ ഒരു സുഖമുണ്ട്. ആ സുഖമാണ്. അല്ലാണ്ട് നമ്മള് വെറുതെ വെയിലുകൊണ്ട് കുറെ വേർത്തിട്ട് അല്ലെങ്കിൽ
അതൊന്നും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെയിലുള്ളായി അതായത് നമുക്ക് ഇപ്പോൾ വേണ്ട ആകെ ഇതൊക്കെ 2 ബക്കറ്റ് വെള്ളം ഈ ഉള്ളിക്ക് വേണ്ട. എത്ര 100 കട ഉള്ളിൻ്റെ 2 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ 100 കടീൻ്റെ ഓയില് 100 10 ഉണ്ടാവിടെ. അപ്പോൾ 10×10 100 അങ്ങനെയാണ് കൃഷി. അല്ലാണ്ട് നമ്മളിപ്പോൾ അപ്പോൾ കണ്ട ഇവിടെ ഒന്നും പുല്ല് മുളക്കില്ല. ഒറ്റ പുല്ല് അതിൻ്റെ ഇടയിൽ വല്ല പുല്ലുണ്ടോ? പുല്ലില്ല. അപ്പോൾ അതിന് ആ വാഴയ്ക്ക് ഒക്കെ ഓരോ ബക്കറ്റ് വെള്ളം സ്ഥിരം. അടുത്ത് പോയാൽ ഒരു ബക്കറ്റ് കൊണ്ട് പോയാൽ ഒരു ബക്കറ്റ് ചാണകം കിട്ടും. ആ ചാണകം കൊണ്ടാണ് ഇവിടുത്തെ പരിപാടികൾ. ആളുകൾ കമന്റ് ഇട്ടുണ്ടായത് ഗ്രാഫ്റ്റ് ചെയ്യാൻ കൊടുത്ത ചെറുേട്ടന് ഇതിന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാന്ന്. അല്ലാന്ന് ഒരു തൈക്ക് 200 രൂപ വെച്ച് വാങ്ങിക്കാന്ന്. ചെറുേട്ടൻ നാട്ടുചന്തയിൽ കൊണ്ട് കൊടുത്തൂടെ? ആ നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒല്ലൂര്. ആ നമ്മുടെ ഈ ഇതില് സംഘത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കൃഷി ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കാശ് വേണ്ട. നമ്മളെ അല്ല ഇത് ഈ കൊഴിഞ്ഞു വീണതേ വെറുതെ പോണതല്ലേ. എടുത്തുകൊണ്ട് എല്ലാവരും ഓരോരാൾക്കാർ എടുത്തുകൊണ്ട് ഇതിൽ വല്ല നട്ടുണ്ടോ ചെറുേട്ടൻ? നടാനുള്ളതാണ്. ആ അപ്പോൾ നമുക്ക് പോവാം. എന്തായാലും കാലത്ത് നടത്താം. നന്നായി. ആ ചരക്കുണ്ടായില്ല. കുക്കുംബറ. വലിയ കുക്കുംബർ. എനിക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു.